ഇത് നമ്മൾ ബാക്കൽ ഫോർട്ടിലേക്കായിട്ട് പോയതല്ല കേട്ടോ. സംഭവം അബിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയപ്പം തിരിച്ച് വരുന്ന വഴി നമ്മൾ കയറിയതായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ ടൈം വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് വന്നത് കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാനും അബിയേട്ടനും ആദ്യമായിട്ട് വരുന്നത്, ആദ്യമായിട്ടല്ല മുന്നേ ഇരിക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അന്നേരം നമ്മൾ ഉള്ളിൽ കയറിയിട്ടും പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടിട്ട് പോയി എന്നല്ലാണ്ട് ഉള്ളിൽ കയറിയിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു കുട്ടി ഫോട്ടോഗ്രാഫറായിരുന്നു ഷിവോസ്കി. ഇപ്പോൾ ഫോണൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാനുള്ള താല്പര്യമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്ന് എന്നെ കണ്ണമ്മോൻ്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായിട്ട് ഞാൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓന് ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം ഇവർക്കെല്ലാവർക്കും ഇപ്പോൾ എൻ്റെ പ്രാന്ത് കണ്ട് ആ ലെവലിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതൊന്ന് എടുക്കാൻ നോക്കിയെന്നറിയോ, മായാനദിയിലുണ്ടല്ലോ ടോവിനും ഇവിടുന്ന് സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ഓളിങ്ങനെ ഓടി വന്നിട്ട് പേടിപ്പിക്കുന്ന ഒരു സീനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് മായാനദി. അപ്പോൾ അതിലെ ഇത് വെച്ചിട്ട് ഞാൻ അതുപോലെ എടുക്കാൻ നോക്കിയതായിരുന്നു. പക്ഷേ എനിക്ക് കൂട്ടിനാരും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാട്ടോ ബാക്കി സീനൊന്നും എടുക്കാൻ പറ്റാതെ ഇരുന്നത്. പിന്നെ ഇവർ രണ്ടാളെയും കൊണ്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ശരിക്കും നമ്മൾ പോയിട്ട് ഒന്നിലും കയറിയില്ല എന്ന് വെച്ചാൽ കുറച്ച് നടന്ന് തീർന്ന് ബാക്കി കയറാനൊന്നും പറ്റിയിട്ടില്ല. നല്ല വ്യൂ ആയിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് വലിയ ചൂടൊന്നും ഇല്ലാണ്ട് ഇതാക്കി. പക്ഷെ നമ്മൾ രാവിലെ ഇറങ്ങിയത് 11 മണിക്കായിരുന്നു. 11 മണീൻ്റെ ആ ഒരു ടൈം വെയിലെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ദൈവമേ, ബ്ലാക്കൊക്കെ ഇട്ട് സൊള്ളാക്കിയതായിരുന്നു നമ്മൾ. ഇവരിങ്ങനെ കൈയൊക്കെ പിടിച്ച്, ശിവുവിന് കണ്ണൻ്റെ കൈ പിടിച്ച് നടക്കാനായിട്ട് ഇഷ്ടം. പക്ഷെ ചില ടൈം കണ്ണൻ്റെ മൂഡ് പോവും. അപ്പോൾ കണ്ണൻ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, പിടിക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് ലഹളയാക്കും. പിന്നെ ആദ്യം ഇവരടിയാക്കും. ഒന്നും പറയണ്ട, രണ്ടാളെയും കൊണ്ട് നല്ല പണിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു രണ്ടാൾക്കും. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെന്താ, എനിക്ക് മായാനദിയിൽ കുറേ സീനിൽ മായാനദീൻ്റെ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സംഭവം. ഇത് കണ്ടോ, ഇതിൻ്റെ ഓരോ സൈഡും ഇതേപോലത്തെ ചെറിയ സംഭവമുണ്ട്. നമ്മൾ ഈ ഭയങ്കര വെയിലെല്ലാം കൂട്ടിയിട്ട് ഏതെങ്കിലും ഷോപ്പിൽ പോകില്ല, പണ്ട് തുണി ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് AC-യുടെ ഇടയ്ക്ക് ഇങ്ങനെ പോയി നിൽക്കില്ല, അപ്പോൾ ഒരു തണുത്ത കാറ്റടിക്കൂലേ, അതുപോലെ കേട്ടോ. നമ്മൾ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ കൈവെക്കുന്ന സമയത്ത് നമുക്ക് നല്ല തണുത്ത കാറ്റടിക്കും. ആ ഒരു നമ്മൾ ആ ഷോപ്പിൽ പോയിട്ട് AC-യുടെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ എന്ന അവസ്ഥ നിങ്ങൾക്കറിയാലോ, അതുപോലെയായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ സീൻസ് ഭയങ്കര രസമായിരുന്നു. ശരിക്കും എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി കേട്ടോ. എനിക്ക് റീൽസെല്ലാം എടുക്കണമെന്ന്. എന്നാലും ഞാൻ തട്ടിക്കൂട്ടി റീൽസൊക്കെ നോക്കി, പക്ഷേ ഫ്ലോപ്പായി. ഞാനിത് റീൽസ് എടുക്കാൻ നോക്കിയതായിരുന്നു ഗായ്സ്, പക്ഷേ എൻ്റെ ക്യാമറാമാൻ എന്നെ പറ്റിച്ചു. ഞാൻ റീൽസ് എടുക്കാൻ നോക്കിയപ്പോഴത്തേനും എൻ്റെ ക്യാമറ മൊത്തം തിരിച്ചുകൊണ്ടിരുന്നു, എന്നെ ആയിരുന്നില്ല എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കൊളായി. അപ്പോൾ കുറേ ഭാഗമൊക്കെ എന്തൊക്കെയോ ആയിരുന്നു. ഓരോ സ്ഥലത്തു നിന്ന് നമുക്ക് ആ കടലിൻ്റെ നല്ല വ്യൂസ് കിട്ടും. ഇവരെന്തൊരു ബുദ്ധി വെച്ചിട്ടല്ലേ ചെയ്തേ. എനിക്കൊന്ന് നമുക്ക് ഫെസിലിറ്റി കൂടുമ്പോൾ നമുക്ക് മടി കൂടുന്നതായിരിക്കും. ഇത് ഞാൻ വീണ്ടും റീൽസ് എടുക്കാൻ നോക്കിയതായിരുന്നു, അതും ഫ്ലോപ്പായി ഗൈസ്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇതേപോലെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, ഇറങ്ങി പോകാനൊരു സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ അതിങ്ങനെ വീഡിയോസ് എടുത്ത് വരുമ്പോൾ ആ മോൻ ഇതേപോലെ വീഡിയോസ് എടുക്കുന്നതായിരുന്നു. പക്ഷേ ഓൻ്റെ വീഡിയോ പകുതിയൊക്കെ ആയതുകൊണ്ട് അവന് ഭയങ്കര വിഷമമായിപ്പോയി. ഓൻ രണ്ടാമത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തിയ ടൈം 4 മണി ആ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് നമുക്ക് 5-6 മണി വരെ ആയിട്ട് ടൈമുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ച് വരേണ്ടി വരുന്നത്. നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ഒരു 5:30 ആയപ്പോഴത്തേനും സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഇനി നിൽക്കാൻ പറ്റില്ല, തിരിച്ച് കയറുമ്പോഴത്തേനും 6 മണിയാവും, അതുകൊണ്ട് വേഗം തിരിച്ച് വന്നു എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് വരും. അതുകൊണ്ട് നമുക്ക് അധികം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഈ സൈഡിൽ ഇതേപോലെ ചെറിയ പക്ഷികളുള്ള ടോവിനും ഇങ്ങനെ നിന്നിട്ട് ആ വെള്ളം ഇതാകുമ്പോൾ കുഞ്ഞി കിളീനെല്ലാം കാണിക്കുന്നുണ്ട്. അത് ഞാൻ കിളീനെ കണ്ടിട്ടാ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മുന്നേ 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അന്നേരമൊന്നും എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നട്ടപ്പൊരിയുന്ന വെയിലത്ത് വന്നിട്ട് എന്താക്കാനും. പിന്നെ ഇറങ്ങുമ്പോഴത്തേനും എല്ലാവരും നല്ല ടയേർഡായി കേട്ടോ.